ഏതൊരു ദുശ്ശീലവും നമുക്ക് നമ്മുടെ ഒരു ശീലമായി മാറി. നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത എന്തും അഡിക്ഷനാണ്. ഈ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ഒരു രസത്തിന് അല്ലെങ്കിൽ ഒരു സുഖത്തിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, താൽക്കാലികമായിട്ട് സുഖം ലഭിക്കുന്ന, പെട്ടെന്ന് അവസാനിക്കുന്ന, പെട്ടെന്ന് സുഖം ലഭിക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അത് ഇഷ്ടപ്പെടും. ബ്രെയിനിൽ അതിന് സന്തോഷമുണ്ടാക്കുന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് പെട്ടെന്ന് അവസാനിക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രെയിൻ അത് ആഗ്രഹിക്കുന്നു, വീണ്ടും നമ്മളത് ചെയ്യുന്നു, വീണ്ടും അതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. അപ്പോൾ ബ്രെയിന് പിന്നീട് ആ സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടിയേ തീരും എന്നുള്ളൊരവസ്ഥയിലോട്ട് എത്തുന്നു. ഇങ്ങനെയാണ് അഡിക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുള്ള ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മൈൻഡ് ഗെയിമാണ്. മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, മനസ്സിൻ്റെ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടത് ഒരു സ്ട്രോങ് തീരുമാനം എടുക്കുക. അതായത് എൻ്റെ ബ്രെയിൻ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു, എന്നെക്കൊണ്ട് ഈ രൂപത്തിലും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് ഈ രൂപത്തിൽ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിന് ഞാൻ അതിങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിന് അഡിക്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംപ്ലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി ആലോചിക്കുക, ഒരു തീരുമാനം എടുക്കുക. നാളെ മുതൽ ഞാൻ നോൺ വെജ് കഴിക്കില്ല, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ നോൺ വെജ് ഇത്രയും കഴിക്കും, എന്താ സംഭവിക്കാമെന്ന് കാണാമല്ലോ എന്ന് ബ്രെയിനിനോട് ഉള്ളൊരു ചാലഞ്ചിങ് മോഡ്, നമ്മുടെ ശരീരത്തോടുള്ള, നമ്മുടെ ശരീരത്തിൻ്റെ ഇച്ഛയോടുള്ള ഒരു ചാലഞ്ചിങ് മോഡിലോട്ട് നമ്മളങ്ങ് പോവുക. ആ ചാലഞ്ചിങ് മോഡ് നമുക്ക് എന്ത് തരും, ഒരു വാശി തരും, ഒരു വാശിയും വീറും, അതൊരു ആത്മവിശ്വാസവും തരും നമുക്ക്. ആ ഒരു ആത്മവിശ്വാസത്തിൽ ഉറച്ചു വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നോ പറയാൻ പറ്റും. ഈ ലോകമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ നമ്മൾ നോൺ വെജ് കഴിക്കാതിരുന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ മരിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. ഇത് വെച്ചിട്ട് ഏത് ദുശ്ശീലവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പുകവലി ആയിക്കോട്ടെ, നാളെ മുതൽ ഞാൻ പുകവലിക്കുന്നില്ല, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ മദ്യം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ നാളെ മുതൽ ഞാൻ കാലത്ത് എണീക്കും, എന്താ സംഭവിക്കുമെന്ന് കാണാമല്ലോ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുക, ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.